ചേമ്പ് കൃഷി സാധാരണയായി മഴയെ ആശ്രയിച്ചാണ് ചെയ്തു വരുന്നത്. ജൂൺ ജൂലൈ മാസത്തിലാണ് നടുന്ന സമയവും. ഇപ്പോൾ വേനൽ മഴ ലഭിച്ചതുകൊണ്ട് നടാമെന്ന് കരുതി. ആദ്യമേ തന്നെ നിലമൊരുക്കുകയാണ്. കിളച്ച് ആവശ്യമായ വളങ്ങളൊക്കെ ചേർത്ത് നിലം ഒരുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. വെയിൽ ആവശ്യമില്ലാത്ത ഒരു വിളയാണ് ചേമ്പ്. അതുകൊണ്ട് നമുക്ക് തണലുള്ള ഒരു പുരയിടത്തിലും ചേമ്പ് കൃഷി ചെയ്യാം. ഒരുക്കുമ്പോൾ ചാണകമോ പച്ചിലവടമോ ചാരമോ ഒക്കെ ചേർത്ത് വേണം നിലമൊരുക്കാൻ. ആദ്യം നല്ലപോലെ കിളച്ചതിന് ശേഷം വേണമെങ്കിൽ കുമ്മായമോ അല്ലെങ്കിൽ കുമ്മായത്തിന് പകരമായി ഡോളോമൈറ്റും വിതറാവുന്നതാണ്. ഇത് വിതറുന്നത് മണ്ണിൻ്റെ pH ശരിയായ നിർത്താൻ വേണ്ടിയാണ്, അമ്ലത്വം കുറയ്ക്കാൻ വേണ്ടി. ഇതെല്ലാം നിലമെല്ലാം കിളച്ചൊരുക്കിയതിന് ശേഷം ഡോളോമൈറ്റും ഇട്ടതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് ചേമ്പിൻ്റെ തട മുറിച്ച് അത് ചാണകത്തിലും സ്യൂഡോമോണസും ട്രൈക്കോഡർമയും കലർന്ന ഒരു മിശ്രിതത്തിൽ മുക്കി വെക്കുക എന്നതാണ്. ഇത് വിളവ് കൂട്ടാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. ഈ കുമ്മായം ഇടുന്നതും ഡോളോമൈറ്റ് ഇടുന്നതും നിർബന്ധമാണോ എന്ന് വെച്ചാൽ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും മണ്ണിന് അമ്ല സ്വഭാവമാണുള്ളത്. അതുകൊണ്ട് കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമൈറ്റോ ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ചേന നടുന്നതിന് മുൻപ് അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ചാണകവും സ്യൂഡോമോണാസും ട്രൈക്കോഡെർമയും ചേർത്ത മിശ്രിതത്തിൽ ഏകദേശം ഒരു 2-3 മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം ചാരത്തിൽ പൊതിഞ്ഞ് ഒരു ദിവസം നിഴലിൽ ഉണക്കാൻ വെക്കുക. അധിക ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ചേന നടുന്നത് പോലെ ഒരുപാട് ദിവസം വെക്കേണ്ട ആവശ്യമില്ല. ഈ കാണുന്നത് എല്ലുപൊടിയും ഡോളോമൈറ്റുമാണ്. ഇത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞുവല്ലോ. ഇനി നടുന്ന കാര്യത്തിലേക്ക് കടക്കാം. നടുന്ന സമയത്ത് കൈകൊണ്ട് ചെറുതായി മണ്ണ് മാറ്റി ചേമ്പ് മുറിച്ചത് അതിലേക്ക് ഇടുകയേ വേണ്ടൂ. അധികം ആഴത്തിലല്ലാതെ മേളിൽ മണ്ണ് തൂവിക്കൊടുക്കുകയേ വേണ്ടുള്ളൂ. അതിനുശേഷം ഉണക്കയിലയോ പച്ചിലയോ, അതായത് ചപ്പ്, ചില സ്ഥലത്ത് ചപ്പെന്ന് പറയും, ചപ്പ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടോ, ഇതുപോലെ ഉണങ്ങിയ ഇല അതിന് മുകളിൽ വെച്ച് കൊടുത്തു. ശേഷം മഴയുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ കുറച്ച് നനച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.